ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നാബിലാണുള്ളത്. നാബ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൂത്തുപറമ്പിൽ നാബ് വന്നിട്ട് വരാതിരിക്കുന്നത് മോശമാണല്ലോ. നമ്മുടെ കൂത്തുപറമ്പിൽ നാബ് വന്നത് ഓൾറെഡി എല്ലാവർക്കും ഇപ്പോൾ അറിയാം, പ്രത്യേകിച്ച് കൂത്തുപറമ്പിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനും അമ്മയും അന്യനാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് ഫുൾ ഞാൻ ചിലവ് ചെയ്തോളാം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, ഭക്ഷണവും കഴിച്ചു. നല്ല ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് അവിടെ. ഫുഡ് കോർട്ടിലെ ആ ഒരു ലോഡഡ് ഫ്രൈസും ഈ പറഞ്ഞ ചിക്കനും എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല എപ്പോഴും കഴിക്കുന്ന ആ ലെവലിൽ തന്നെ. ഷെയ്ക്ക് ആണെങ്കിലും എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ വന്നപ്പോൾ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇവരോട് ഞാൻ നാബിൽ പോയത് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്കും പോകണം എന്ന്. നാബ് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് ഏരിയ ആണ്. ബട്ട് വെറും ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് മാത്രമല്ല, എന്താ പറയുക, കൂത്തുപറമ്പുകാർക്ക് ഒരു മിനി മോൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത് ഇതിനെ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെ ബേക്കറി ഐറ്റംസും പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ അത്യാവശ്യം സാധനങ്ങളുമാണ് ഉള്ളത്. അപ്പം വിലയൊക്കെ കുറച്ച് അത്യാവശ്യമുണ്ട്, റേറ്റൊക്കെ ഉണ്ട്. റേറ്റിലൊന്നും അത്ര കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു, റേറ്റ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഗിഫ്റ്റ് ഐറ്റംസ്, ഫാൻസി, പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാവില്ല, ഈ പാത്രം, അങ്ങനത്തെ സാധനങ്ങളാണ്. ഒരുപാട് നല്ല ഐറ്റംസ് കണ്ടു, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നി. കുഴപ്പമില്ല, കുറേ ഐറ്റംസ് ഉണ്ട്, ഒരു വൈഡ് വെറൈറ്റീസ് എന്ന് തന്നെ പറയാം. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സത്യം പറഞ്ഞാലുണ്ട്. പിന്നെ കുറേ വെറൈറ്റി സാധനങ്ങൾ കണ്ടു. മിററൊക്കെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെ കണ്ടോ, ഈ മിററാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിററാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, പൊട്ടാത്ത മിററാണ്. അപ്പോൾ അത് ഞാനൊന്ന് വാങ്ങിച്ചു, ഡാൻസിനൊക്കെ ഉപകാരമാണല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചുറ്റി കാണുവാണ്. പിന്നെ കുറേ സ്പെക്സ് നോക്കി, ഫാൻസി ഐറ്റംസ് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഫ്ലോറിലുള്ളത് ഗെയിംസിൻ്റെ ഏരിയ ആണ്. സെക്കൻഡ് ഫ്ലോറിൽ ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിലേക്ക് നമ്മൾ പോയില്ല, ജസ്റ്റ് വീഡിയോ എടുത്തില്ല, പോയി കണ്ടു, അത്രയേ ഉള്ളൂ. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നേരെ നമ്മൾ ഫൺ ഏരിയ, അതാണ് ഏറ്റവും മേലെ, അവിടെ പോയി ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ചെറിയ കുട്ടികൾക്കാണ് മാക്സിമം ഉള്ളത്, വലിയ ആൾക്കാർക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കണ്ടില്ല. മെയിൻലി ഫോക്കസ് ചെയ്തത് കിഡ്സിനെയാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ 2 സാധനങ്ങളാണ്. അത് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ, നാബിലെ വിശേഷങ്ങൾ. എന്തായാലും അടിപൊളിയാണ്. ഒരു തിയേറ്ററും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മിനി മോൾ തന്നെ വിളിക്കാം നാബിനെ. അപ്പം എനിക്കിവിടെ ഈ നാബിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിംസിൻ്റെ സെക്ഷൻ്റെ സൈഡിൽ തന്നെ ഇവർ ഈ പാനിപ്പൂരി, ഉപ്പിലിട്ട മാങ്ങ, പൊട്ടറ്റോ, അങ്ങനത്തെ സാധനങ്ങളില്ല, ഇങ്ങനെ നമ്മൾ ബീച്ച് വൈബ്സ് സാധനങ്ങളില്ല, ഐസ് ചരണ്ടി, അങ്ങനത്തെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ നാബിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആയിട്ടുള്ള ഏരിയ. എന്ന് വെച്ചാൽ നമ്മളെ ഈ ബീച്ചിൽ കുഞ്ഞു കിട്ടുന്ന സാധനങ്ങളൊക്കെ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഫിഷും മീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫിഷും മീറ്റും ഇവിടെ എൻട്രൻസിൽ തന്നെ സൈഡിൽ കൊടുത്തിട്ടാണുള്ളത്. അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബേബിയിലൊന്ന് പോയി. ബേബിയിൽ പോയത് എന്താണെന്ന് വെച്ചാൽ ബട്ടർ ബൺ കഴിക്കാൻ പോയതാണ്. അപ്പോൾ നാബിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ബേബി നമ്മുടെ പണ്ട് മുതലേ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ ബട്ടർ ബൺ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്. അപ്പോൾ അതിനു മുന്നേ നാബ് വിസിറ്റ് ചെയ്യാൻ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ബട്ടർ ബൺ പിന്നെ പറയണല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതും കഴിച്ച് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോയി.